കോളേജ് ക്യാന്റീനിൽ കൂട്ടുകാരൊക്കെ ഇരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഹോളിക്ക് ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാൻ പോവാ. നീ എന്താ എങ്ങനെ പറയുന്നത്? അപ്പൊ ഈ ഹോളിക്ക് നീ ഉണ്ടാവില്ലേ ഞങ്ങളോടെ? ഞാനും ഗ്രാമത്തിലേക്ക് പോകുന്നു സച്ചിനോടൊപ്പം. നിങ്ങൾ രണ്ടുപേരും പുറപ്പെട്ടു പോയാൽ ഞങ്ങൾ 3 പേര് മാത്രം എങ്ങനെയാ ഹോളി ആഘോഷിക്കുക? എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്. പിന്നെ അതെന്താ? നമ്മൾ 3 പേരും അവരുടെ കൂടെ നമുക്ക് ഗ്രാമത്തിലേക്ക് പോവാം. നമുക്കൊരു ട്രിപ്പായിട്ടും ഉണ്ടാവും, പിന്നെ അവരുടെ ഗ്രാമത്തിൽ പോയി സെലിബ്രേറ്റും ചെയ്യാലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഗസ്റ്റ് ഹൗസും ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ അടിച്ചു പൊളിക്കാം. ഇത് നല്ല ഐഡിയ ആണ്. അതെ, എനിക്ക് അറിഞ്ഞോളം ഈ ഹോളി നമ്മൾ അടിച്ചു പൊളിക്കണം. ശരി, എന്നാ നമുക്ക് പുറപ്പെടാം. 5 പേരും തീരുമാനിച്ചു. അതായത് അവർ കിഷോർ പിന്നെ മീരയുടെ ഗ്രാമത്തിൽ ഹോളി ആഘോഷിക്കണമെന്ന്. പിന്നെ ഹോളിക്ക് ഒരു ദിവസം മുൻപേ തന്നെ അവർ കാറിൽ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ കിഷോർ എല്ലാരും ഒന്നിച്ചു താമസിക്കാൻ ഏർപ്പാട് ചെയ്തു. പിന്നെ അടുത്ത 5 ദിവസത്തിന് ഈ ഗസ്റ്റ് ഹൗസ് നമ്മുടേതാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇത് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മുഖ്യമായ കാര്യമുണ്ട്. ഗ്രാമത്തിലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാവാറുണ്ട്. അതുകൊണ്ട് കറണ്ട് ഉള്ളപ്പോൾ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്ത് വെച്ചോ. മനസ്സിലായോ? ശരി, എനിക്കെന്തെങ്കിലും? കിഷോർ, നീയും ഉണ്ടല്ലോ. കിളവന്മാരെ പോലെയാ ഇൻസ്ട്രക്ഷൻ നൽകുന്നത്. എന്റെ ജോലി നിങ്ങളടുത്ത് പറയുന്നത്. ഇനി നിങ്ങൾ അത് നോക്കിക്കോളൂ. നാളെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഹോളി ആഘോഷിക്കാം. വളരെ സന്തോഷായിട്ടുണ്ടാവും. അന്നു രാത്രി കൂട്ടുകാരെല്ലാം ചേർന്ന് പാർട്ടി ആഘോഷിച്ചു, ഡാൻസ് കളിച്ചു, എന്നിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ശോഭ എല്ലാരെയും എണീപ്പിച്ചു. അല്ല, എണീക്കുന്നേ. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. എല്ലാരും മാറി മാറി കളർ പൂശി കളിച്ചു. എന്നിട്ട് വീണ്ടും മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശോഭ മ്യൂസിക് ഓഫ് ചെയ്തു. ഇപ്പോൾ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരൂ. അവിടെ ചെന്ന് നമുക്കൊക്കെ ടിഫിൻ കഴിക്കാം. നമുക്ക് അങ്കിൾ ആന്റിക്കും കളർ പൂശാം. 5 കൂട്ടുകാരും ശോഭയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ശോഭയുടെ അച്ഛനും അമ്മയോടൊപ്പം എല്ലാരും ഹോളി ആഘോഷിച്ചു. പിന്നെ ശോഭയുടെ അമ്മ എല്ലാവർക്കും വേണ്ടിയും ആഹാരം ഉണ്ടാക്കി. വിശപ്പുണ്ടായിരുന്ന അവർ ടിഫിൻ കണ്ടതും ചാടി കഴിക്കാൻ തുടങ്ങി. അവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മനോജ് അത് ശ്രദ്ധിച്ചത്. ഒരാൾ പോതയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. വാ, നമുക്ക് പുറപ്പെടാം. ഗ്രാമത്തിൽ എവിടെയാ ഡ്രിങ്ക്സ് കിട്ടുന്ന നോക്കാം. എടാ, അവൻ വെള്ളത്തിൽ കളിക്കല്ല, അവൻ ബാങ്ക് കുടിച്ചിട്ട് കളിക്കുക. എന്റെ പൊന്നെ, എനിക്കും ബാങ്ക് കുടിക്കണം. അത് എവിടെയാ ഉള്ളത്? ഞാനൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. മനോജ് അവിടെ നിന്നും തിരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ശോഭയുടെ അച്ഛൻ സച്ചിനോട് ചോദിച്ചു, അല്ല, നിന്റെ അടുത്ത് ഒരു ചെക്കൻ ഇരുന്നില്ലേ, അവൻ എവിടെ പോയപ്പാ? അങ്കിൾ, അവൻ ഇവിടെ അടുത്താ പോയിരിക്കുന്നത്. അവൻ ഇപ്പോ ദേ വരും. ശരി. മണിക്കൂറുകൾ കടന്നുപോയി. ഇപ്പോൾ സച്ചിന് മനോജിനെ കുറിച്ച് ഓർമ്മ വന്നു. കിഷോർ, മനോജ് ഇന്നും വന്നിട്ടില്ല. അവൻ എവിടെയാ പോയത്? അവന് ബാങ്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തപ്പാൻ പോയതാ. ഒരു പക്ഷേ അവൻ ഗസ്റ്റ് ഹൗസ് നോക്കി പോയാലോ? അങ്ങനെ ഉണ്ടാവാം. ശരി, വാ, നമുക്ക് പോയി നോക്കാം. 2 കൂട്ടുകാരും വീണ്ടും ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. മനോജ്, മനോജ്, മനോജ്. അവർ 2 പേരും വീടാകെ മനോജിനെ തേടി. പക്ഷെ അവനെ കാണാനില്ല. ഇപ്പോൾ 2 പേരും ആകെ ടെൻഷനായി. അവൻ ഏത് ഭാഗത്താ പോയത്? ശോഭയുടെ വീട്ടിൽ നേരെ പോയിട്ട് വരൂ, നമുക്ക് അവിടെ പോയി നോക്കാം. സച്ചിനും കിഷോറും ചേർന്ന് മനോജിനെ തേടിക്കൊണ്ട് ശോഭയുടെ വീട്ടിലേക്ക് ചെന്നു. ശോഭ, മനോജ് ഇവിടെ വന്നിരുന്നോ? ഇല്ലല്ലോ. എന്തുപറ്റി? കൊറേ നേരായിടോ, അവനെ എവിടെയും കാണുന്നില്ല. പക്ഷെ അവൻ എവിടേക്കാ പോയത്? ബാങ്ക് വാങ്ങാൻ. ബാങ്ങെന്ന് കേട്ടതും തന്നെ ശോഭയുടെ അച്ഛൻ പേടിച്ചു പോയി. ബാങ്ക് വാങ്ങാനോ? അതെ അങ്കിൾ, അവൻ പോവാൻ പാടില്ല മോനെ. പക്ഷെ എന്തിനാ? കാരണം ഈ ഗ്രാമത്തിൽ ആരും ബാങ്ക് വിൽക്കാറില്ല മോനെ. പക്ഷെ ഞങ്ങൾ ഒരു ചെക്കനെ ബാങ്ക് കുടിച്ചിട്ട് കളിക്കുന്നത് കണ്ടല്ലോ. അതെന്തായിരുന്നു? അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനാണ്. ഒരു പക്ഷെ നിങ്ങൾ ഈ നാട്ടിലെ പുതിയ ആൾക്കാരെ അവനെ മനസ്സിലായി. ഈ ഗ്രാമത്തിന്റെ രഹസ്യം നിങ്ങൾക്ക് അറിയില്ല മക്കളെ. എന്തുപോലെ രഹസ്യാണ്? ഈ ഗ്രാമത്തിൽ ഹോളി ദിവസത്തിൽ ആരും ബാങ്ക് കഴിക്കില്ല. അതിനുള്ള കാരണം പ്രേതത്തിന്റെ തോട്ടമാണ്. എന്താ? നമ്മളെ നേരം വെറുതെ കഴിയാൻ പാടില്ല. വിനോദിനെ തേടണം. ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാരും പോയി വിളിച്ചിട്ട് വരാം. ശോഭയുടെ അച്ഛൻ ഗ്രാമത്തിലുണ്ടായിരുന്ന കുറച്ച് ജനങ്ങളെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ എല്ലാരും ഓരോ ദിശയിൽ മനോജിനെ തേടി അലഞ്ഞു. മനോജ്, മനോജ്,
മനോജ്. മനോജ്! മണിക്കൂറുകൾ കടന്നുപോയി. അവരെല്ലാവരും മനോജിനെ ഗ്രാമത്തിനു പുറത്തുള്ള കാട്ടിലും തേടി. നേരം സന്ധ്യയുമായി. പക്ഷേ മനോജിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. രാത്രി കാട്ടിനകത്തു നിന്നും നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ! എല്ലാരും ആ ദിശ നോക്കി ഓടി. മനോജിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ ശബ്ദം കേട്ടു. അതോ അവിടെയുണ്ട് മനോജ്! രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ സച്ചിൻ! സച്ചിൻ, എന്നെ രക്ഷിക്കൂ! സച്ചിൻ മനോജിന് അടുത്തേക്ക് ചെല്ലാനായി ശ്രമിച്ചു. അപ്പോൾ മനോജ് കാണാതായി പോയി. മനോജ്! എന്നിട്ട് രാധയുടെ കണ്ണിൽ മനോജ് കണ്ടു. അവളും ഓടിച്ചെല്ലാൻ ശ്രമിച്ചു. അവൾ ഓടി ഓടി കാട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് ആ! ഇത് രാധേന്റെ ശബ്ദല്ലേ? നമ്മളിവിടെ മനോജിനെ തേടിയാണ് വന്നത്. ഇപ്പോൾ രാധയും കാണാതായിരിക്കുന്നു. ഓരോരുത്തരായി എല്ലാരും കാണാതാകാൻ പോകുന്നു. നമ്മൾ തിരിച്ചു പോയേ പറ്റൂ. ശോഭ പറയുന്നത് ശരിയാണ്. ആ ബാങ്കുകാരൻ ആരും വിടില്ല. പക്ഷെ എന്തിന്? ഞങ്ങൾ എന്ത് പാവ ചെയ്തത്? നിങ്ങളല്ല, ഞങ്ങൾ ഈ ഗ്രാമത്തിലെ ജനങ്ങളാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇവിടെ ഒരുത്തൻ ബാങ്ക് വെക്കുന്നവനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ്റെ ബാങ്ക് കുടിച്ചിട്ട് അവിടുത്തെ പിള്ളേർ ആ പെണ്ണിനടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. പിള്ളേർ കാണാണ്ടായിപ്പോയി. പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ ബാങ്കുകാരനാണ് അടിച്ചത്. പാവം, അവൻ അവിടെ തന്നെ മരിച്ചും പോയി. ഇപ്പം ആ ബാങ്കുകാരനെ ഓരോരാളും തേടി തേടി കൊല്ലുകയായിരുന്നു. ഇപ്പോൾ മനോജ് രാധയുടെ സ്ഥിതി എന്തായിരിക്കും? ഇന്നേരം ആ ബാങ്കുകാരൻ അവരെ രണ്ടുപേരും കൊന്നിരിക്കും. ഒരു പക്ഷെ അവര് ജീവനോടുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് അവരെ തേടി ശ്രമിച്ചു നോക്കാം. പക്ഷെ എല്ലാരും ഒന്നായിട്ടുണ്ടാവണം. എല്ലാരും മാറി മാറി അവരുടെ കൈകൾ പിടിച്ചു. എന്നിട്ടവർ കാടിനെ നോക്കി അതിനകത്തേക്ക് ചെന്നു. മുൻപേ ചെന്നപ്പോൾ അവർക്ക് വീണ്ടും മനോജ് പിന്നെ രാധയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ! രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ! ഇപ്പോൾ എല്ലാരും തന്നെ ഒന്നിച്ച് ഒരേ ദിശ നോക്കി നടന്നു. അവിടെ ഒരു മരത്തിനടിയിൽ രാധ കിടക്കുന്നത് കണ്ടു. അവർ അവളുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ രാധ പ്രേതമായി മാറി. എന്നിട്ടവൻ ശോഭയുടെ കഴുത്തു പിടിച്ചു. എന്നിട്ടവളെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി. എന്റെ മോളെ വിട്ടേക്ക്, ഞാൻ നിന്റെ കാലിൽ വേനം വിൽക്കാം. എന്റെ മോളൊന്ന് വിട്ടേക്ക്. വേണമെങ്കിൽ നീ എന്നെ എടുത്തോളൂ. അവൾ ചെറിയ കുട്ടിയാണ്, അവളൊന്ന് വിട്ടേക്ക്. ഇല്ല, പറ്റില്ല, എനിക്ക് മനസ്സില്ല. കിഷോർ തറയിൽ നിന്നും ഒരു മരക്കഷ്ണം എടുത്തു. എന്നിട്ട് പ്രേതത്തിന്റെ തലയിൽ എടുത്തെറിഞ്ഞു. ആ മരക്കഷ്ണം അവന്റെ മേലിൽ കൊള്ളാതെ പോയി. അങ്ങനെ നിനക്ക് കൊല്ലുകയാണെങ്കിൽ എന്നെ കൊന്നേക്ക്. ആ പ്രേതം ശോഭയെ വിട്ടു. എന്നിട്ട് കിഷോറിനെ നോക്കി ചെന്നു. കിഷോർ വളരെ വേഗതയോടെ ഓടാൻ തുടങ്ങി. നിങ്ങളൊക്കെ പോയി മനോജ് രാധയും തേടൂ. ഒരു വശത്ത് ആ പ്രേതം കിഷോറിനെ തുരത്തിക്കൊണ്ട് ഓടി. പിന്നെ മറ്റൊരു വശത്ത് എല്ലാരും രാധയെയും മനോജിനെയും തേടിക്കൊണ്ടിരുന്നു. ആ പ്രേതം കിഷോറിന്റെ മുൻപിൽ വന്നു നിന്നു. കിഷോർ തിരിഞ്ഞ് വേറെ ദിശയിൽ ഓടാൻ ശ്രമിച്ചു. അവൻ ഏതു ദിശയിൽ പോയാലും ആ പ്രേതം ആ ദിശയിൽ വന്നു നിന്നു. മറ്റൊരു വശത്ത് ഗ്രാമത്തിലെ ജനങ്ങളുടെ കണ്ണിൽ രാധയെയും മനോജിനെയും കണ്ടു. അവർ അവരെ കാട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. കിഷോർ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള മണിശബ്ദം കേട്ടു. പിന്നെ അവനും ആ ക്ഷേത്രം നോക്കി ഓടാൻ തുടങ്ങി. പ്രേതവും അവനെ പിന്നാലെ തുരത്തിക്കൊണ്ട് അവന്റെ പുറകെ തന്നെ വന്നു. കിഷോർ നേരെ ചെന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഇപ്പൊ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അകത്തേക്ക് വാ. എനിക്ക് ഉള്ളിൽ വരാൻ പറ്റില്ല, പക്ഷെ നീ പുറത്തു വരുമല്ലോ. കിഷോർ ക്ഷേത്രത്തിനകത്തുള്ള പൂജാരിയെ കാണാൻ ചെന്നു. ആ പൂജാരി കിഷോറിന്റെ കയ്യിൽ ഒരു ദിവ്യശക്തിയുള്ള കത്തി നൽകി. ഈ ദൈവശക്തി കൊണ്ട് കത്തി കൊണ്ട് ആ പ്രേതം മരിച്ചു പോവും. കിഷോർ ആ ദിവ്യ കത്തിയും കൊണ്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ പ്രേതം അവന്റെ മുന്നിൽ വന്നു നിന്നു.
അവസാനം നീ നിന്റെ മരണം കണ്ടെത്തി. കിഷോർ ഒട്ടും സമയം വേസ്റ്റാക്കാതെ ആ ദിവ്യ കത്തിയെടുത്ത് പ്രേതത്തിന്റെ വയറ്റിൽ ഒറ്റ കുത്ത്. അയ്യോ! ആ പ്രേതത്തിന്റെ ശല്യം അതോടെ അവസാനിച്ചു. കൂട്ടുകാരെല്ലാരും തന്നെ രക്ഷപ്പെട്ടു. മാത്രമല്ല ആ ഗ്രാമമാകെ ആ പ്രേതത്തിന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു.